പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഓരോ ദിവസവും ഓരോരോ പ്രത്യേകതകളുണ്ടല്ലേ. അപ്പോൾ ഈ ദിവസത്തിൻ്റെ പ്രത്യേകതകളിൽ ഒന്ന് ഇന്ന് ലോക മൃഗദിനമാണ് എന്നുള്ളതാണ്. ഒരു ഓമന മൃഗത്തോടുള്ള സ്നേഹം കണ്ട് നീതിദേവത കണ്ണു തുറന്ന വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആലപ്പുഴ ചന്ദിരൂർ സ്വദേശി മുഹമ്മദ് ഷിനാസ് സ്വന്തം പൂച്ചയ്ക്ക് വേണ്ടി നടത്തിയ നിയമ പോരാട്ടത്തിന്റെ കഥയാണത്. കാണാം. മനുഷ്യർ തമ്മിലുള്ള തർക്കങ്ങൾ ചിലപ്പോൾ മറ്റു ജീവജാലങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും ഹനിക്കാറുണ്ട്. എന്നാൽ വളർത്തുമൃഗങ്ങളെ സ്വന്തം മക്കളെ പോലെ ഓമനിച്ച് വളർത്തുന്നവർ അവയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും. അങ്ങനെ ഒരാളാണ് ആലപ്പുഴ ചന്ദിരൂരിലെ മുഹമ്മദ് നിഷാദ്. നിഷാദ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് കടമെടുത്തൊരു വീട് പണിതു. വായ്പാ തിരിച്ചടവ് പല തവണ മുടങ്ങി. വീട് ജപ്തിയുമായി. ഇനിയാണ് ശരിക്കുമുള്ള കഥ തുടങ്ങുന്നത്. ബാങ്കുകാർ വന്ന് വീട് സീൽ ചെയ്തപ്പോൾ അവിടെ താമസിച്ച മനുഷ്യരെല്ലാം പുറത്തിറങ്ങി. എന്നാൽ ഒരു ജീവൻ മാത്രം വീടിനുള്ളിൽ കുടുങ്ങി. നിഷാദും കുടുംബവും പോറ്റി വളർത്തുന്ന പൂച്ചക്കുട്ടിയായിരുന്നു അത്. വീട് പൂട്ടി ബാങ്ക് ഉദ്യോഗസ്ഥർ പോയതോടെ പൂച്ചക്കുട്ടി കരഞ്ഞു തളർന്നു. പുറത്തിറങ്ങാൻ വഴി തേടി അലഞ്ഞു. ഇതോടെ പൂച്ചയെ രക്ഷിക്കാൻ നിഷാദ് ഹൈക്കോടതിയെ തന്നെ സമീപിച്ചു. ജസ്റ്റിസ് മുഹമ്മദ് നിയാസ് വിഷയത്തിൽ ഉടൻ ഇടപെട്ടു. വീട് തുറന്ന് പൂച്ചയെ പുറത്തിറക്കാൻ ബാങ്ക് അധികൃതരോട് നിർദ്ദേശിച്ചു. വിഷയം തിങ്കളാഴ്ച കോടതി പരിഗണിക്കുമ്പോൾ വിശദമായ റിപ്പോർട്ട് നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.